ലാലേട്ടനെയോ മമ്മൂക്കയോ വെച്ച ഒരു പടം ചെയ്യാനുള്ള പദ്ധതികൾ മനസ്സിലുണ്ട്. ഒന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നില്ലേ യെസ് പറയാല്ല നോ പറയാം. യെസ്, ഉറപ്പായിട്ടുണ്ട്. ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ബേസിലിന്റെ ദേഷ്യപ്പെടുന്ന മുഖം ലൊക്കേഷനിൽ കാണാൻ സാധിക്കും. യെസ് ഓർ നോ? യെസ് ആണോ? അതെ, ഞാൻ വേറൊരാളാവോ അപ്പൊ? പിന്നെ ഇത് ടെൻഷൻ അല്ലേ, ഇത് മൊത്തത്തിൽ പ്രോസസ് ടെൻഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞ പോലെ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ദേഷ്യം വരും. ഇത് ഈ ഷൂട്ടിങ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നൊക്കെയാണല്ലോ. നമുക്ക് ഒരു ദിവസം തന്നെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രഷർ ഉണ്ടല്ലോ. കുഞ്ഞിരാമായണൊക്കെ ചെയ്യണ സമയത്ത് ഭയങ്കര ഈസി ആയിരുന്നു, കുറച്ചുകൂടെ നല്ല ജോളിയായിട്ടാണ് ചെയ്തത്. കാരണം അതിന് അങ്ങനത്തെ പ്രഷർ ഇല്ല. നമ്മൾ അങ്ങനത്തെ ബഡ്ജറ്റിന് പറ്റി അത്രയും ദിവസങ്ങളുള്ള ഒരു സിനിമയാണല്ലോ അത്. ഗോതയിലേക്ക് വന്നപ്പോൾ ഇച്ചിരൂടെ കൂടി, അതായത് കുറച്ചുകൂടെ അത്രയും ദിവസത്തിനുള്ളിൽ ഇച്ചിരൂടെ വലിയ പടം, അതായത് അതിൽ ഏഷ്യൻ ഗെയിംസ് ഒക്കെ കാണിക്കുന്നത്, നാഷണൽ ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് ഒക്കെ കാണിക്കണം. അത് ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യണം എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസ്. മിന്നൽ മുരളിക്ക് വന്നപ്പോൾ അത് കൂടി, അത് ഇതിൻ്റെ അകത്ത് നമ്മളൊരു സൂപ്പർ ഹീറോ പടം ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ പ്രഷറുണ്ട്. നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴേ ഇതൊക്കെ ചെയ്ത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല, ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ദേഷ്യം വരുമല്ലോ പല സമയത്തും, ഉറപ്പായിട്ട്. ആ ഒരു ഇതുണ്ടായാലേ ആൾക്കാരും അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. വർക്ക് ചെയ്യണവരും ഭയങ്കര ലേസി ആയിട്ട് നിന്ന് കഴിഞ്ഞാലും ജോലി നടക്കില്ല. ഒരു സ്ഥിരം വേട്ടമൃഗം ഉണ്ടോ? ഏതെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, അങ്ങനൊന്നുമില്ല. ആര് വേണമെങ്കിലും ആവാം. അങ്ങനെ ഇന്ന ആളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരാളെ മാത്രം ഒന്നുമില്ല. ആരായാലും ചിലപ്പോ ചീത്തയൊക്കെ വിളിക്കും. ലൊക്കേഷനിൽ തീർക്കാൻ പറ്റാത്ത ദേഷ്യം വീട്ടിൽ പോയി തീർക്കാറുണ്ടോ? അതില്ല. ഇല്ല, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇല്ല. ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ ലൊക്കേഷനിൽ മാത്രമേ ഉള്ളൂ. ലൊക്കേഷനിലെ പ്രശ്നം തന്നെ വൈകുന്നേരം ആകുമ്പോൾ തീരുകയും ചെയ്യും. ഇവർ ഈ ചീത്ത കിട്ടിയാൽ ഇവരാരും അത് മനസ്സിലൊന്നും എടുക്കും. കാരണം അവർക്കും അറിയാം, അവർക്കും ഇതറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് സംസാരിക്കുക, ജസ്റ്റ് രണ്ട് സംസാരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വൽ ആയിട്ട് നമ്മൾ വീണ്ടും പഴയ പോലെയൊക്കെ തന്നെയാണ്. അന്നേരത്തെ ദേഷ്യത്തിന്റെ പുറത്ത് അത് ആദ്യമേ പറയുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ വേറൊന്നും വിചാരിക്കണ്ട, അതിന്റെ പ്രശ്നത്തിലാണ്, വേറൊന്നുമല്ല, നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അതൊക്കെ ഓക്കെയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ പിന്നെ ഫുൾ ചില്ലാണ്. വീട്ടിലേക്ക് വരുന്നത് റിലാക്സ് ചെയ്യാനാണ് വീട്ടിൽ വരുന്നത്. വീട്ടിലും വന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സ്ഥലത്ത് ടെൻഷൻ അടിച്ചാൽ മതി. ഓക്കെയാണ്, ഹാപ്പിയാണ്. ബേസിൽ ജോസഫ് ബേസിക്കലി ഒരു ഭക്ഷണപ്രിയനാണോ? ഭക്ഷണം ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ മെലിഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക്. സത്യമാണ്. വർക്കൗട്ട് ആണോ? വർക്കൗട്ടല്ല, ഡയറ്റ്. അല്ല, ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും. ഇപ്പൊ പിന്നെ ഡയറ്റൊക്കെ ചെയ്തിട്ട് അധികം ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഇപ്പൊ.